ആരിഫ് സർ, മുജിതബ ഖമേനി അദ്ദേഹമായിരിക്കും ഇനി ഇറാന്റെ പരമോന്നത അധികാരി എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതായത് ഖമേനിയുടെ മകൻ. പക്ഷേ ആര് വന്നാലും വധിക്കും എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഇസ്രയേൽ എന്ന തരത്തിലും വാർത്തകൾ പുറത്തുവരുന്നത്. മുസ്തഫ ഖമേനി അധികാരത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവായി എത്തുമ്പോൾ ഇനി എന്ത് സംഭവിക്കാം എന്നതാണ് എന്റെ ഒരു ചോദ്യം. മറ്റൊന്ന്, ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് പുണ്യമാസമാണ്. നോമ്പ് നോറ്റ് റമദാന് വേണ്ടി കാത്തിരിക്കുന്ന സമയം. പക്ഷേ ലോകത്തെ അറബ് രാഷ്ട്രങ്ങൾ വലിയൊരു സെക്യൂരിറ്റി ത്രെട്ടനിങ്ങിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. UAE ഉൾപ്പെടെ. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇറാനും. എങ്ങനെ വിലയിരുത്താം? മാസമായതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നുണ്ടാവുക ഇതൊരു സുവർണാവസരമായിട്ടാണ്. കാരണം എത്രയും പെട്ടെന്ന് ഹൂറികളുടെ അടുത്തേക്ക് എത്താൻ അത് ഉറപ്പാക്കാൻ ഉള്ളൊരു അവസരമാണ്. മറ്റു മാസങ്ങളിൽ മരിക്കുന്ന പോലെയല്ല ഈ റമദാൻ മാസത്തിൽ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഒരു ശരാശരി ഒരു ഇസ്ലാം മത വിശ്വാസി, ഏത് നമ്മളെ വലിയ തീവ്രവാദിയാവണമെന്നൊന്നുമില്ല, സാധാരണ ഏതൊരു ഇസ്ലാം മത വിശ്വാസിയോടും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് മരിക്കുകയാണെങ്കിൽ റമദാൻ മാസത്തിൽ മരിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഇത് ഏത് വലിയ കൊമേനിയും അല്ലെങ്കിൽ കമനേയി ആയാലും അവരുടെ പേരമക്കളായാലും അവരുടെയൊക്കെ ഉള്ളിലുള്ള ആഗ്രഹം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ സത്യത്തിൽ അടുത്ത കൊമേനിമാർ ആവാനുള്ള ഒരു അടിയാണ് സത്യത്തിൽ അവിടെ നടക്കുന്നുണ്ടാവുക. കാരണം എന്നാലാണല്ലോ ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഹൂറികളുടെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതായിരിക്കും അവിടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഇനി ഇങ്ങനെ ഒരു അറ്റാക്ക് ഒക്കെ ഉണ്ട്, വേറെ ഏതെങ്കിലും വിശ്വാസത്തിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അടുത്ത നേതാവ് ഞാനാവില്ല നീ ആയിക്കോന്നേ പറയുള്ളൂ. കാരണം ആർക്കും ചാവാൻ ഇഷ്ടമില്ല. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ നമ്മൾ പറയുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ നേരെ തിരിച്ചാണ്, ചാവാൻ ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഷഹീദിന്റെ പദവിയുണ്ട്, ഓർമ്മിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം, ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ കൊല്ലപ്പെട്ട ഖമേനിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആളുടെ ഒരു ആഗ്രഹം അതായിരുന്നു, രോഗിയായിട്ട് കിടന്ന് മരിക്കരുത്, മരിക്കുകയാണെങ്കിൽ രക്തസാക്ഷിയാകണം എന്നുള്ളതായിരുന്നു ആളുടെ ഒരു വലിയ ആഗ്രഹം. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. പൂവണിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പൊ ഏതായാലും അങ്ങനെ പൂവണിയാനുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട് ഇവിടെ. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ലോകത്ത് എന്താണ് ഡെത്ത് ടു ഇസ്രായേൽ, അതുപോലെ ഡെത്ത് ടു അമേരിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു ബോർഡ് തന്നെ വെച്ചിട്ട്, എന്നിട്ട് അതിനൊരു കൗണ്ട് ഡൗണും വെച്ചിട്ട് അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പണി മുഴുവൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം നിലനിൽക്കുക, അവരുടെ മുന്നോട്ടുള്ള ഏറ്റവും വലിയ ഒരു ഗോൾ എന്ന് പറയുന്നത് അതാവുക എന്ന് പറയുന്നത് ഇന്ന് ഈ ഒരു 21-ാം നൂറ്റാണ്ട് 2026 ഒരു രാജ്യത്തിന്റെ ഒരു വലിയ ലക്ഷ്യമായിട്ടൊക്കെ മാറുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു എന്താ പറയുക, ഇതെങ്ങനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഇത് ഇങ്ങനെയാണ് ഇറാൻ മുന്നോട്ട് പോയിരുന്നത്. ഇറാൻ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇറാനിലുള്ള എല്ലാ ജനതയും അങ്ങനെയല്ല. ജനത ഇതിന് നേരെ വിപരീതമായിട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു. ഇത് ഇസ്ലാമിക് റെജീമിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. അവരുടെ ലക്ഷ്യം തന്നെ അതാണ്. അപ്പോൾ അവിടെയാണ് ഈ മതം കടന്നു വരുന്നത്. എവിടുന്നാണ് അവർക്ക് ആ ഒരു ഇത് കിട്ടുന്നത്? കാരണം ഈ ജൂതവിരുദ്ധത എന്ന് പറയുന്നത് ആ ലെവലിൽ നിൽക്കുന്ന ഒരു സാധനം ആവുന്നു. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ വിരുദ്ധതയൊന്നും ഇല്ല, കുറച്ച് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കാം. കുറെ കാലം കഴിയുമ്പോൾ ആർക്കായാലും ഈ ജൂതവിരുദ്ധതയൊക്കെ കുറയും. ഇതുപോലെ വിരുദ്ധരായിട്ട് നിന്നിട്ടുള്ള പല ആളുകളും പിന്നീട് വളരെ വലിയ സുഹൃത്തുക്കളായിട്ട് മാറിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വലിയ അടിയൊക്കെ നടക്കുന്നു. കുറെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ മാറും. നമ്മൾ ഇന്ത്യ പാകിസ്ഥാനൊക്കെ ബായ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലമൊക്കെ വരും ഇവിടെ. അപ്പൊ ഇതൊക്കെ മാറാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവരുടെ എക്സിസ്റ്റൻസ് തന്നെ ഈ ജൂതവിരുദ്ധതയിലാവുമ്പോൾ ഈ ജൂതവിരുദ്ധത കുറഞ്ഞു പോകാതിരിക്കുക എന്നുള്ളത് ഇവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് അതിനെ ആളിക്കത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അവിടെ വരുന്നതുകൊണ്ടും കൂടിയാണ് ഈ സംഗതി ഒരു വലിയ കുഴപ്പമായിട്ട് മാറുന്നത്. അപ്പോൾ മുജത്തപ്പ അല്ല, ഇനിയിപ്പോൾ ഏത് മൂത്താപ്പ വന്നാലും ശരി, ഇവിടുത്തെ പ്രശ്നം ഈ വരുന്ന ആളുകളെ എത്ര പെട്ടെന്ന് ഹൂറികളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സത്യത്തിൽ ഇസ്രായേൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവരുടെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. ന്യൂക്ലിയർ ആംസ് ഉണ്ടാക്കി വെക്കുന്നു, അത് അവർക്കെതിരെയാണെന്ന് പറയുന്നു, അത് വെച്ചുകൊണ്ട് ഭീഷണി നിരന്തരം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ ശരിയാവുക? ഇന്ത്യക്കെതിരെ പാകിസ്ഥാനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വെറുതെ എടുക്കുമോ? ഇല്ലല്ലോ. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്, ഒരു രാജ്യാന്തര പ്രശ്നമായിട്ട് തന്നെയാണ് നമ്മളത് എടുക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് പല കാര്യങ്ങളും കൗണ്ടർ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ പാകിസ്ഥാനൊക്കെ എടുക്കുമ്പോൾ അവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു രാജ്യമാണ്. പക്ഷേ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജില്ലയുടെ വലിപ്പമേ ഉള്ളൂ. ആ ഒരു വലിപ്പ വ്യത്യാസം പോലും നമ്മുടെ മനസ്സിലേക്ക് വരാതെ, അതിന്റെ ആ ഒരു സംഗതി നമ്മുടെ മനസ്സിലേക്ക് വരാതെയൊക്കെയാണ് പല ആളുകളും ഇതിന് കമന്റ്സ് ഇവിടെ ഇടുന്നത്. അപ്പോൾ അവിടെയാണ് ഇതിന്റെ ഒരു പ്രശ്നം കിടക്കുന്നതെന്നാണ് ഞാൻ പറയാം. ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് കൊടുക്കുന്ന ഒരു രാജ്യം, അതിന്റെ പുറത്ത് മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യം എന്നൊക്കെ പറയുമ്പോൾ അതിനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ആ ഒരു നിലപാടുള്ള ഭരണകൂടവും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ആ ജനങ്ങൾക്കും അത് താല്പര്യമില്ല എന്ന് വരുമ്പോൾ അതിൽ നിന്നും ആ ജനങ്ങളെ മോചിപ്പിക്കുക എന്നുള്ളത് ലോകത്തിന്റെ ആവശ്യമായിട്ട് മാറുകയാണ്. അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സർ, മറ്റൊരു സംശയം, ഈ യുദ്ധം തുടങ്ങിയ ആ സമയത്ത് ഇറാൻ ആദ്യം ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ആക്രമണം അഴിച്ചുവിടുന്നത്, ഒരു സുരക്ഷാ ഭീഷണിയൊക്കെ കൊടുക്കുന്നത് അറബ് രാജ്യങ്ങൾക്ക് നേരെയായിരുന്നു. ഖത്തറും ബഹ്റൈനും ഒക്കെ നമുക്കറിയാം, മധ്യസ്ഥ ശ്രമങ്ങൾക്ക് അതിതീവ്രമായി പരിശ്രമിച്ച ഒരു രാജ്യമായിരുന്നു, അറബ് രാജ്യമായിരുന്നു. പക്ഷേ UAE-യുടെ തന്നെ 7 എമിറേറ്റുകൾക്ക് നേരെ ഇവർ ആക്രമണം നടത്തുന്നു. 186ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങൾ ഇന്നലെ മാത്രം ഇറാന്റേത് തകർത്തു എന്ന് UAE പ്രതിരോധ മന്ത്രാലയം പറയുന്നു. ഒരിടയ്ക്ക് എനിക്ക് തന്നെ തോന്നിയ ഒരു കാര്യമുണ്ട്, ഇവരെന്താ പൊട്ടന്മാരാണോ എന്ന്. അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇറാൻ അറബ് രാഷ്ട്രങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? ആഹ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം, അവരുടെ ഒരു പ്രധാന ലക്ഷ്യം നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ ഒരു സംഗതി, ഇസ്രായേൽ വിരുദ്ധത, ജൂതവിരുദ്ധത എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരത് ഉപയോഗിച്ചിട്ട് അവരുടെ എക്സിസ്റ്റൻസ് ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ റെലവൻസ് ആണ് അവർ അവിടെ സ്ഥാപിക്കാൻ നോക്കുന്നത്. ആ റെലവൻസ് എന്ന് പറയുന്ന ഒരു മിഡിൽ ഈസ്റ്റിലെ ഒരു ഡോമിനൻസ് ആണ്. ആ ഡോമിനൻസ് നിലവിൽ അത് സൗദി, അതല്ലെങ്കിൽ UAE പോലെയുള്ള രാജ്യങ്ങൾക്കാണ്. അത് ഷിയ ഭൂരിപക്ഷമല്ല, അത് സുന്നി ഭൂരിപക്ഷമാണ്. എന്നാൽ ഇതൊരു ഷിയ ഭൂരിപക്ഷം ആയിട്ടുള്ള ഒരു ആക്സിസിലേക്ക് അത് കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇത് ഈ രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും അതിന്റെ ഭാഗമായിക്കൊണ്ട് അവർ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഇസ്രായേൽ പാലസ്തീൻ വിഷയം, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്നെല്ലാം വെസ്റ്റ് വാൺ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയല്ല, ഈ സംഗതി ഇങ്ങനെയല്ല പോവുക, ഇത് തിരിച്ച് നിങ്ങൾക്ക് തന്നെ പണിയാവും എന്ന് പറയും. അത് ഖത്തറിന് വാൺ ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങളെയും വാൺ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഇത് തിരിച്ചറിഞ്ഞ ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് UAE ആണ്. അതുകൊണ്ട് തന്നെ UAE പല കാര്യങ്ങളിലും വളരെ കൃത്യമായ നിലപാടുകൾ എടുക്കുകയും അതിൽ ഇതിന്റെ ഓയിൽ എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു ആശയമാണ്. കാരണം അവർ മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളെ കടന്നുകൊണ്ട് ഈ ഡോമിനൻസിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അതും ഈ പറയുന്ന ഇറാൻ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ പാലസ്തീനിയൻ ആ ഒരു ബ്രാഞ്ചിന്റെ പേര് തന്നെയാണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. അത്രയ്ക്കും കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ ഉള്ള ഒരു സംഭവം. അപ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു വിഷയം നടക്കുമ്പോൾ, ഈ വാണിംഗ് അവിടെ വരുമ്പോൾ, ഇത് മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ നിന്നിരുന്ന രാജ്യങ്ങൾക്ക് ഇപ്പോൾ കാര്യം പിടികിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇത് അതിനേക്കാൾ ഉപരി മുസ്ലിങ്ങൾക്ക് പോലും ഇത് തിരിച്ചറിയാൻ പറ്റുന്നു, ലോകത്ത് പല ആളുകൾക്കും തിരിച്ചറിയാൻ പറ്റുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രാൻസിനെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇത് ശരിയല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. കാരണം ഇത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാന്ന് പറയുമ്പോൾ സംഗതി അത് പുത്തരിയൊന്നുമല്ല, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കാണുന്ന കാര്യമാണ്. പക്ഷേ എന്നാലും ഇത്രയും പുരോഗമിച്ച് എന്നൊക്കെ പറയപ്പെടുന്ന UAE-യോടും അല്ലെങ്കിൽ ബുർജ് ഖലീഫയുടെ മുകളിലേക്കൊക്കെ ഇത് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? നമ്മളൊരു മിലിറ്ററി ടാർഗറ്റ് നോക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇത് ഇവർ ആരോപിച്ചുകൊണ്ടിരുന്ന അതാണല്ലോ ഇസ്രായേലിനെതിരെ. സ്കൂളിൽ ബോംബിടുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് തകർക്കുന്നു, ഇത്രയ്ക്കും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഇസ്രായേലിനെ എതിരെ നമ്മൾ ശബ്ദിക്കണം എന്നാണല്ലോ ഇവർ ഇത്രയും നാളും ഗാസയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ ആളുകൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ബുർജ് ഖലീഫിലേക്ക് ഇടുന്നു, ഹോസ്പിറ്റലുകളുടെ മുകളിലേക്ക് ഇടുന്നു, റെസിഡൻഷ്യൽ കോംപ്ലക്സിലേക്ക് ഇത് അയക്കുന്നു, സ്കൂളുകളുടെ മുകളിലേക്ക് ഇത് അയക്കുന്നു, കണ്ണും മൂക്കില്ലാതെ അയക്കുകയാണ്. ഇതെല്ലാം താഴെ വീണാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ പറയുന്ന ഇപ്പോൾ 100-ൽ പരം ബാലിസ്റ്റിക് മിസൈൽസ് ഒക്കെ അയച്ചു എന്നാണ് പറയുന്നത്. ഈ സാധനം മുഴുവൻ താഴെ വീണാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ താഴെ വീഴാതെ നോക്കാൻ ഉള്ള ഒരു പ്രാപ്തി അവർക്ക് ഉള്ളത് കൊണ്ടാണല്ലോ അവരിന്നിപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് മുൻകൂട്ടി കൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഇത്ര കാലം പോയിരുന്നത്. എന്നാലും ഇത്രയ്ക്ക് കൈകടന്ന രീതിയിൽ ഇവർ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതും ഇവിടെ പൊളിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇറാനിനൊരു ഇൻഡിവിജ്വൽ ഒരു എക്സിസ്റ്റൻസ്, അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് അവർ സ്വയം കുഴിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഗാസ യുദ്ധത്തിന്റെ സമയത്തും സംഭവിച്ചിട്ടുള്ളതാണ്. അവര് അറബ് ഉച്ചകോടികൾ നടക്കുന്ന സമയത്ത് അവിടെ എല്ലാം വന്നുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഇസ്രായേലിനെ തീർക്കണം, എല്ലാവരും വരൂ എന്നൊക്കെ പറയുമ്പോൾ അന്നും ബാക്കി രാജ്യങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിന്റെ ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഇറാനിനോടൊപ്പം നിൽക്കാതിരിക്കാൻ അവരൊരു ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അന്നേ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു വ്യത്യാസം അറബ് രാഷ്ട്രങ്ങൾ കൈക്കൊള്ളുന്ന ആ ഒരു നിലപാട് നമ്മൾ അന്നേ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിന്ന് കൂടുതൽ വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. അവർക്കിനി ഭാവിയിൽ തുടർന്ന് അങ്ങോട്ടും മിഡിൽ ഈസ്റ്റിൽ ഈ ഒരു ഇറാനിനെ മാറ്റി നിർത്താനും അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടിലേക്ക് അവരെ കൊണ്ടെത്തിക്കാനും സാധിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ നിർബന്ധിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വന്നിരിക്കുന്നത്. യെസ്, വ്യക്തമാണ് ആരിഫ് സാർ. എന്തായാലും ഖമേനിയുടെ പിൻഗാമിയായി ഖമേനിയുടെ മകൻ തന്നെ എത്തുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. അങ്ങനെയാണെങ്കിൽ യുദ്ധം കുറച്ചുകൂടി രൂക്ഷമാകാനാണ് സാധ്യത. ആര് അധികാരിയായി വന്നാലും അവരെ വധിക്കും എന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രയേലും അമേരിക്കയും എന്നറിയാൻ സാധിക്കുന്നു. ഒപ്പം ഇന്നും തുടർന്ന യുദ്ധം 5-ാം ദിവസമാണ്. ഇന്നും അറബ് രാജ്യങ്ങൾക്ക് നേരെ, UAE ഉൾപ്പെടെയുള്ളവയ്ക്ക് നേരെ ഇറാൻ ആക്രമണം തുടരുകയാണ്. വ്യക്തമാണ്. താങ്ക് യു ആരിഫ് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.